ഉം. ഇസ്ലാമികമായിട്ട് അങ്ങനെ വലങ്കൈ ഉടമപ്പെടുത്തി കിട്ടിയ ഒരാളെ ഉം. ഈ കിട്ടിയ ആൾക്ക് പറ്റൂല തോന്നുകയാണെങ്കിൽ അയാൾ ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആ. ആൾക്ക് ബോധിച്ച വിലക്ക് വിൽക്കാൻ പറ്റൂല്ലേ? പറ്റും പറ്റുമോ? പറ്റും. ഈ പ്രിസണേഴ്സ് ഓഫ് പ്രിസൺ വാറിന്റെ ഓഫ് വാറിന്റെ ആളുകളെ ജനീവ കൺവെൻഷനിൽ ഒരു മിനിറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ പറ്റുമോ? കൈമാറല്ല, വിൽക്കുക, ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞു കൈമാറുക. കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാമെന്നോ? പറ്റില്ല, പറ്റൂലല്ലോ. ഇല്ല, പക്ഷെ പറ്റില്ല, കൈമാറാലോ? ഇല്ല, പറ്റില്ല, കൈമാറാലോ? ഇല്ല, അവർക്ക് പറ്റില്ല. ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കൈമാറാൻ പറ്റൂല. അതിനെയാണോ വിൽക്കുക എന്ന് പറയുന്നത് ഷമീറെ? ആ ഇത് അത് ശരി. എന്താണ് ഷമീറെ, എന്താണ് സംവാദം കഴിഞ്ഞിട്ട്? രണ്ടു മൂന്ന് അവലോകനമൊക്കെ കണ്ടു. നമ്മളവിടെ ഞാന് ഷമീറിനെ ഒന്ന് പരിഗണിച്ചതിന്റെ മറുപടിയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ? എനിക്ക് മനസ്സിലായില്ല. നമ്മളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പോണ്ട എന്ന് വിചാരിച്ചാണ്. ഷമീറിന് പറ്റാത്തൊരു കാര്യമാണ് ഷമീർ ചെയ്യുന്നതെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായ മണ്ടത്തരങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് തിരിഞ്ഞു കൊത്തും. ഞാൻ ആ പുസ്തകം തന്നു സമയം പോലെ വായിച്ചു നോക്ക്. അതിനകത്ത് ജനീവ കൺവെൻഷനിലെ 3 ആർട്ടിക്കിളുണ്ട്. ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഷമീർ മനസ്സിലാവാത്തത്? ആ മറുപടി പറഞ്ഞ ഭാഗങ്ങളൊന്ന് വീഡിയോ ആയിട്ട് വിട്ടോ. നിങ്ങളെ വീഡിയോ അതിലുണ്ടേ. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മണ്ടത്തരങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതെപ്പോ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, കേട്ടോളി. ഇതാണ് സംഭവം എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ പിന്നെ അത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അതൊക്കെ ഇനി വീണ്ടും ഗ്രൂപ്പിലിട്ട് നിങ്ങൾ മാനം കെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം മനസ്സിലായി. ഞാൻ ഷമീറിനെ കണ്ടിട്ട് വരച്ചു എന്നൊക്കെ ഷമീർ പറയണേ. എന്തൊക്കെ കഥയാണ് ഷമീർ ഇതൊക്കെ? അതെ, ഞാൻ അവിടെ സംസാരിക്കാൻ കയറി നിന്നിട്ട് വറക്കണതോ? അത് ശരി, അത് ശരി. യുദ്ധബന്ദികളെ അവരുടെ സമ്മതമില്ലാതെ തന്നെ ജോലികൾ ചെയ്യിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയാണ് ആധുനിക ലോകത്തുള്ളത്. ഇത് നുണയാണ്. ജനീവ കൺവെൻഷനിൽ അങ്ങനെ ഇല്ല. ഇത് പൊട്ട തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആരെഴുതി തന്നാലും. മനസ്സിലായോ? ഷമീർ ജനീവ കൺവെൻഷൻ വായിച്ചിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ബുക്ക് തന്നത്. ജനീവ കരാറിൽ അത് കൃത്യമായി അനുവദിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ? ഷമീർ പറഞ്ഞ ആർട്ടിക്കിള് ബുക്ക് ഞാൻ കൈ തന്നിട്ടുണ്ടല്ലോ. ജനീവ കൺവെൻഷനിൽ ഏത് കരാറിലാണ് പിന്നെ നിർബന്ധിച്ച്, അതായത് ഫോഴ്സ്ഡ് ലേബർ അനുവദിച്ചിട്ടുള്ളത്? അവരെ നിർബന്ധിക്കാമെന്ന് കൃത്യമായിട്ട് പറയും. ഏത് ആർട്ടിക്കിൾ? എന്റെ അടുത്ത് ആർട്ടിക്കിൾ പറഞ്ഞു. ജനീവ കൺവെൻഷന്റെ 3-ാം ആർട്ടിക്കിളിലാണ്, മൂന്നാം ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ ഉള്ളത്. പറഞ്ഞു. ഞാൻ ഏത് ആർട്ടിക്കിളാ വായിക്കേണ്ടത് പറഞ്ഞു. വെറുതെ നാട്ടുകാരടിയിൽ പോയിട്ട് മാനം കടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാ വായിച്ചോ. എത്രാമത്തെ ആർട്ടിക്കിൾ അറിഞ്ഞത്? ഞാൻ ആ ബുക്ക് തന്നിട്ടുണ്ട്, മറിച്ച് ചോദിക്കോ. അതില് ജനീവ കൺവെൻഷൻ 3. മൂന്നാം ജനീവ കൺവെൻഷനിൽ 49 മുതൽ 57 വരെയാണ്. എടുക്ക് ആർട്ടിക്കിള് 49. എടുത്തോളെ, നിങ്ങൾ വായിച്ചോളി. എടുത്തോ? ഞാൻ എടുത്തു, എന്റെ കയ്യിലുണ്ടേ. എന്നാ വായിക്കി. വായിച്ചോ? നിങ്ങൾ വായിക്കേ. നിങ്ങളെ വായിച്ചാ മതി. അതല്ല, നിങ്ങൾ വായിച്ച് പറഞ്ഞേരി. നിങ്ങളെ വായിച്ച അർത്ഥം പറഞ്ഞേരി ഏതാണെന്നുള്ളത്. നിങ്ങൾ വായിച്ചോ? എന്റെ ഓർമ്മയെന്ന് ഞാനിപ്പോ പറയണേ. നിങ്ങൾ വായിച്ചോ? ഇതാ അതിന്റെ ആ 49-ാമത്തെ ആർട്ടിക്കിളിന്റെ അവസാനത്തെ ഒരു ഒറ്റ വരിയാ വായിച്ചത് എനിക്ക്. അവസാനത്തെ ഒരു വരിയില് ഒരു മിനിറ്റ്. എനിക്ക് മനസ്സിലായി. So far as possible, but they may in no circumstances be compelled to work എന്ന് പറഞ്ഞ എന്താ അത് നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. They may in no circumstances be compelled to work എന്ന് പറഞ്ഞ എന്താ ഷമീർ അതിന്റെ അർത്ഥം? എന്തിനാണ് വെറുതെ ആൾക്കാരുടെ ഇടയിൽ പോയി വഷളാക്കണേ? ഈ വഷളാക്കാന്, ഷമീറിനെ വഷളാക്കാനാണ് എനിക്ക് അവിടെ സ്റ്റേജിൽ നിന്ന് ചെയ്യായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട്. കാരണം ഇപ്പൊ ഷമീർ ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് ഞാനെന്തോ ഭയങ്കരമായിട്ട് തോറ്റു തിന്നെ മടിന്ന് സ്വയം അത് പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയണ്ടെന്ന് അതിന്റെ കൂടെ. എന്നാ ഇത് വായിക്കേ, എന്നാ പറയ്. ബട്ട് ദേ മേ ഇൻ നോ സർക്കംസ്റ്റാൻസസ് ബി കമ്പൽഡ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്കെ, നമുക്ക് ഈ വിഷയം തന്നെ അല്ല, എന്താ ഷമീർ പറയാം, എന്താ അതിന്റെ അർത്ഥം? ഓരോ വിഷയങ്ങൾ എടുത്തോ. ഷമീർ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലേ
ഓരോ ചോദ്യം ഞാൻ ചോദിച്ചു, ഒന്നാമത്തെ ഓരോ ഷമീർ ചോദ്യം എന്നോട് 7 ഒന്നാമത്തെ ചോദ്യം ചോദ്യം മുതൽ പറഞ്ഞുതരാം. ഇരിക്കുക. അങ്ങനെയൊന്നും അതിനൊക്കെ അവസരം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ജനീവ കൺവെൻഷൻ കയ്യിൽ തന്നിട്ട് ഞാൻ പറഞ്ഞത് വായിക്ക്, എന്നിട്ട് ഏത് കരാറിലാണ് അടിമത്തുള്ളത്, അല്ലെങ്കിൽ ഏത് കോൺട്രാക്റ്റിലാണുള്ളത്. അവിടെ പറഞ്ഞ ആർട്ടിക്കിളുകൾ പറഞ്ഞിട്ടുണ്ട്. 49 മുതൽ 49ാമത്തെ ആയത്ത് 49, നടക്കും. 50, 51, 52, 53, 54, 55 അങ്ങനെ വരെയുള്ള, ബഹളം ഉണ്ടാക്കിയിട്ട് 57 വരെയുള്ള യുദ്ധബന്ദികളെ ഇപ്പൊ ജനീവ കരാറിൽ വായിക്കാം. 1 എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച അതില് ചോദ്യങ്ങൾ 1 എന്ന് പറഞ്ഞിട്ട് ഷമീർ ഇപ്പം ചോദ്യം 1 ഏതായിരുന്നു? ചോദ്യം 1 യുദ്ധബന്ദികളെ അവരുടെ സമ്മതമില്ലാതെ തന്നെ ജോലികൾ ചെയ്യാൻ ചോദ്യം 1 നിർബന്ധിക്കപ്പെടുന്ന അതല്ല. അവസ്ഥയാണ് ആധുനിക ലോകത്തുള്ളത്. ചോദ്യം 1 തെറ്റ്. ചോദ്യം 1 ആണ് ഇപ്പൊ ഇത്. ഇങ്ങോട്ട് തുടങ്ങി. ഇതാ ചോദ്യം 1 ആണ് ഞാൻ വായിച്ചതേ. ചോദ്യം 1 അതായിരുന്നു. ഇപ്പൊ നീ അതിലിട്ടതാണ്, ഞാൻ ടെലഗ്രാമിൽ ഇട്ടത് ഞാൻ കണ്ടത്. അതാണ് ഞാൻ വായിച്ചത്. ആധുനിക ലോകത്തുള്ളത് എവിടെ ഉള്ളത്? ജനീവ, അത് ക്രിമിനൽ കുറ്റമാണ്. ഫോഴ്സ് ലേബറിംഗ് ക്രിമിനൽ കുറ്റമാണ്. അത് ആര് ചെയ്താലും. ജനീവ കരാറിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അതായത് അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. ഇതൊരു കളവാണ്, ആരെഴുതി തന്നാലും. ഇത് അടിമത്തത്തിന്റെ പരിധിയിൽ വരുമോ? വരും. അങ്ങനെ ചെയ്താൽ അത് അടിമത്തത്തിന്റെ മോഡേൺ സ്ലേവറിയുടെ ലിസ്റ്റിൽ വരും. അങ്ങനെ വരുമെങ്കിൽ ഇതല്ലാതെ എന്താണ് പരിഹാരം? അങ്ങനെ ജനീവ കൺവെൻഷനിൽ ഇല്ല. വെറുതെ പൊട്ടത്തരം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ എന്തിനാ മാനം കെടുന്ന ഷമീറെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ജനീവ കൺവെൻഷൻ നീ ആദ്യം ഒന്ന് വായിക്കുക. അതിലൊരു 100, 120 ആർട്ടിക്കിളല്ലേ ഉള്ളൂ. ബുക്ക് ഞാൻ ബൈൻഡ് ചെയ്ത് കൈ തന്നില്ലേ? എന്തൊക്കെ മണ്ടത്തരം ഇനി ഞാൻ തോറ്റു എന്ന് പറഞ്ഞോ, പക്ഷെ അതിന് എന്റെ മാനം കളയണ്ട. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മാനക്കേടൊന്നുമില്ല. ഞാൻ 100% ഉറപ്പാണ് ഇത് ഷമീർ വായിച്ച് പഠിച്ചതല്ല. 100%. 100% ഷമീർ എന്നോട് ചോദിച്ചു എന്ന് പറയപ്പെടുന്ന 1ാമത്തെ ചോദ്യത്തിൽ തന്നെ ഷമീർ ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ പിന്നെയും വിളമ്പി മാനം കടണ്ടാന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ അവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് പറയാം. ഞാൻ പറഞ്ഞത് തെറ്റാണ്. ആർട്ടിക്കിൾ 49 വായിക്കാം. ഒരു പ്രിസണേഴ്സ് ഓഫ് വാറിനെയും നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിസണേഴ്സ് ഓഫ് വാറിനെ എന്തൊക്കെ ചെയ്യണം എന്ന് അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷമീറെ. അവർക്ക് വേജ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള പൈസ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആരാണ് അവരുടെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് അടിമത്താണെന്ന് പറയാൻ വേണ്ടി എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഇപ്പൊ നീ പറഞ്ഞ ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചത്. നീ പറഞ്ഞോ ഏത് ആർട്ടിക്കിൾ? എന്ത് ഇത് അടിമത്തമല്ലെങ്കിൽ ഇത് അടിമത്തല്ല. അങ്ങനെ ചെയ്ത് അങ്ങനെ പറയും. അടിമത്തല്ല എന്ന് പറഞ്ഞില്ലേ? അതിന് ഈ സാധനം ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഡെഫിനിഷൻ നിങ്ങൾ വെച്ച ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചവിടെ. ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം എടുക്ക്. അതായത് നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ഒരു സാധനം ജനീവ കൺവെൻഷനിൽ ഇല്ല. ഞാൻ തെളിയിച്ചോണ്ടേന്ന്. ഇപ്പൊ വായിച്ചോ? ഞാൻ ആർട്ടിക്കിൾ മുന്നിൽ വെച്ചിരിക്കല്ലേ. ഇപ്പം വായിക്കണ്ട. ഞാൻ അത് വായിച്ചിട്ട് എന്നെ ഒരു വീഡിയോ അതിന്റെ സ്ക്രീനിൽ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ പറഞ്ഞോ? ഞാൻ അത് കേട്ടിരിക്കല്ലേ. എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ. എന്തിന് ഇപ്പം അതിന്റെ ആവശ്യമില്ല. ഞാൻ അതായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വേറെ തന്നെ ചെയ്തിട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആരാ കുടുങ്ങാന്നുള്ളത് അപ്പൊ മനസ്സിലാക്കുള്ളൂ. ഒന്നുകൂടി ഞാൻ വായിച്ചേരാം കേട്ടോ. ദ ഡിറ്റൈനിങ് പവർ, ഈ പറഞ്ഞ ആർട്ടിക്കിൾ 49 കേട്ടോ. നല്ലോണം കേട്ടോട്ടോ. ഇത് വലിയ മണ്ടത്തരങ്ങൾ അവിടെ ഇവിടെ പോയി പറയുന്നതിന് മുമ്പ് കേട്ടോ എന്നാണ് ഞാൻ പറയുന്നത്. The detaining power may utilize the labor of prisoners of war who are physically fit, taking into an account their age, sex, rank, and physical aptitude, and with a view particularly to maintain them in good state of physical and mental health. Non-commissioned officer who are prisoners of war shall only be required to do supervisory work. Those not so required may ask for another suitable work which shall, so far as possible, be found for them. If officer of person of equivalent status asks for suitable work, it shall be found for them, so far as possible, but they may in no circumstances be compelled to work. ഒരു സാഹചര്യത്തിലും നിർബന്ധിക്കാൻ പറ്റില്ല. എവിടുന്നാണ് ഇത് എടുത്തോണ്ട് വരുന്നത്? ഇനി ഒരാൾക്ക് ഈ യുദ്ധ തടവുകാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, യുദ്ധ തടവുകാർ പറഞ്ഞ ജയിൽ പുള്ളികളെ പോലെ, അല്ലെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ഡിറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നവനാണ്. അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആർക്കാണ് ഉത്തരവാദിത്വം, അവരുടെ ഐഡന്റിറ്റി, സുരക്ഷിതത്വം, യാത്ര, ചികിത്സ തുടങ്ങി സകല കാര്യങ്ങളും എഴുതുന്നുണ്ട്. ഇതെങ്ങനെ അടിമയാവുക? ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ ഇപ്പൊ ഒരു എന്താണ് അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇന്ത്യന്റെ ഒരു മിലിറ്ററി ഓഫീസർ പാകിസ്ഥാന്റെ മണ്ണിൽ പോയി പെട്ടില്ലേ?
അല്ല വിമാനം ഞാൻ തകർന്നിട്ട് ഒരു പൈലറ്റ്. അടക്ക് ഇതെങ്ങനെ അടിമത്തം? ഇത് അടിമത്തല്ലാന്ന് പറഞ്ഞല്ലോ. അല്ല, എന്താണ് അടിമത്തം? ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. ഈ ഒരു മുസ്ലിമിന്റെ കീഴിൽ വലംകൈ ഉടമപ്പെടുത്തി വന്ന ആള് അയാളെ ജോലി നിർബന്ധിച്ച് ചെയ്യാന്നുള്ളത് എവിടെയാണുള്ളത്? ഖുറാനിലോ ഹദീസിലോ? പറഞ്ഞുതരാം. അങ്ങനെ വലംകൈ ഉടമപ്പെടുത്തി വന്ന ഒരാളിനെ ചന്തയിൽ കൊണ്ടുപോയി വില പറഞ്ഞ് വിൽക്കാൻ പറ്റും ഇസ്ലാമില്? അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞാലോ. അതിലേക്ക് നമുക്ക് വരാം. ഇത് ചാടല്ലേ, നമുക്ക് അതിലേക്ക് വരാം. ഇത് കഴിയട്ടെ, ഓരോന്നിലേക്ക് വരാന്ന്. അതാണ് മെയിന്. ഞാൻ കൊണ്ടുവരാല്ലേ, ഞാൻ അതിലേക്ക് വരാന്ന്. തീർന്നില്ലേ? അതോടെ ഇതിപ്പോ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. ഓരോന്ന് കൊണ്ടുപോവാ. അതിലേക്ക് വരും. മുന്നേ ഞാൻ പറയട്ടെ, ഷമീറിന്റെ പ്രൈവസി എന്ന് പറയുന്നതും ഷമീർ ഞാനും തമ്മിൽ സംസാരിച്ചതിന്റെ സ്വകാര്യത എന്ന് പറയുന്നതും ഷമീർ നുണ പറയുന്നത് വരെ ഉള്ളൂ. നുണ പറഞ്ഞാൽ തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ഒറ്റപ്പാടുണ്ടാക്കല്ലേ? അല്ല, ഒരു പോയിന്റ് ഷമീറിനോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ തടവിൽ പിടിക്കുന്ന ആളെ അത് ഒരാളുടെ ഉടമസ്ഥതയിലാവുന്നുണ്ടോ ഇല്ലേ? അടിമത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർട്ടിക്കിൾ 49 വായിച്ചിട്ട് പറഞ്ഞല്ലോ. തന്നെയാണ് നമ്മളെ വിഷയം. എങ്ങനെ കൂലി ഉണ്ടോ കൂലി ഇല്ലേന്നല്ല ഞാൻ ചോദിച്ചത്. ഒരാളെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതാണോ അല്ലെന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഞാൻ ചോദിച്ചു, അതേ വിഷയത്തിൽ ഞാൻ ചോദിച്ചു, ഇസ്ലാമില് ഒരാള് ഇതേപോലെ യുദ്ധബന്ധിയായിട്ട് വന്ന ആള് ഒരു ആളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അയാൾക്ക് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാൻ പാടുണ്ടോ ഇല്ലേ? പറ്റും. അതിന്റെ തെളിവെന്താ? പറ്റും. ഇസ്ലാമിൽ അതായത് ഉടമസ്ഥനെ അനുസരിക്കൽ അടിമയുടെ ബാധ്യതയാണ്. ആയിക്കോട്ടെ, അതില് നിർബന്ധിച്ച് ഫോഴ്സ്ഡ് ലേബർ, അതാണ് ഫോഴ്സ്ഡ് ലേബർ. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ? എന്താ ഉള്ളത്? ഇവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇഷ്ടമുള്ള പോലെ നടക്കാൻ പറ്റും. അനുസരിക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, ഇത് കിട്ടി. ഇനി നിക്ക് ഈ ഒരാളെ ഇപ്പം ഇസ്ലാമിനനുസരിച്ച് ഇസ്ലാമികമായിട്ട് അങ്ങനെ വലംകൈ ഉടമപ്പെടുത്തി കിട്ടിയ ഒരാളെ ഈ കിട്ടിയ ആൾക്ക് പറ്റൂല തോന്നുകയാണെങ്കിൽ അയാൾ ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആൾക്ക് ബോധിച്ച വിലക്ക് വിൽക്കാൻ പറ്റൂല്ലേ? പറ്റുമോ? പറ്റും. പ്രിസണേഴ്സ് ഓഫ് വാർ ജനീവ കൺവെൻഷനില് ഒരു മിനിറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ പറ്റും. കൈമാറല്ല, വിൽക്കുക. ഉടമസ്ഥാവകാശം ഉടമസ്ഥാവകാശം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കൊടുക്കാമെന്നോ? പറ്റൂലല്ലോ. പക്ഷെ കൈമാറാലോ? ഇല്ല, പറ്റില്ല. കൈമാറാലോ? ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കൈമാറാൻ പറ്റൂല. അതിനെയാണോ വിൽക്കുക എന്ന് പറയുന്നത് ഷമീറെ? ഇത് ശരി. ഒരാളെ, ഒരു മനുഷ്യനെ, ഒരു പേനയോ ഒരു പേപ്പറോ ഒരാടോ മാടോ, ഷമീറെ ഞാൻ പറയട്ടെ, നീ പറയുന്നതിന് മറുപടി പറയട്ടെ ഷമീറെ. അതായത് നീ പറയുന്നു ഇസ്ലാമില് വലംകൈ ഉടമപ്പെടുത്തിയ ഒരാളെ മാർക്കറ്റിൽ കൊണ്ടുപോയി ജനീവ കൺവെൻഷനിൽ ഒരാളെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ? ഏത് ആർട്ടിക്കിളിലെ കൈമാറ്റം? പറഞ്ഞോ, നീ പറഞ്ഞോ. ഏത് ആർട്ടിക്കിളിലെ കൈമാറ്റം പറയും? ആർട്ടിക്കിൾ 57 എടുത്തോ, വായിച്ചോ. എന്റെ കയ്യിലിപ്പോ ഇല്ലാന്ന്, പുറത്താണ്. Working in private employees, the treatment of prisoners of war who work in private person. പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാളുടെ മുതലാളിയായോ? അപ്പൊ അത് പ്രൈവറ്റ് പേഴ്സൺ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? കൊടുക്കാന്നാണ് ഈ പറയണേ. എന്തൊക്കെ മണ്ടത്തരാണ് ഷമീറെ പറയണേ. ഷമീറിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഓക്കെ, അത് കുറ്റമല്ല. ഈവൻ ഈ പറഞ്ഞു തരുന്ന ആള് അത് സത്യസന്ധമായിട്ട് പറയാണോ എന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോ the detaining power, the military authorities and the commander of the camp to which such prisoners belong shall be entirely responsible for the maintenance, care, treatment and payment of working pay of such prisoners of war. ഇവിടെ ഇല്ലാത്ത എന്താ? ആകെ പേയ്മെന്റിന്റെ വിഷയം മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. ബാക്കിയൊക്കെ ഉണ്ട്. മനസ്സിലായില്ല? ബാക്കിയൊക്കെ ഇസ്ലാമിൽ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അയാൾക്ക് കൊടുക്കേണ്ട എല്ലാ ബാധ്യതകളും പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. എന്ത് കൊടുക്കുന്നുണ്ട് ഷമീറെ? അയാൾക്ക് ഭക്ഷണം കൊടുക്കണോ? പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞ കൈമാറ്റാന്നുള്ള കൈമാറ്റുമ്പോഴുള്ള നിബന്ധനകളാണ് ഇവിടെ പറഞ്ഞത്. ആരാരെ കൈമാറുന്നത്?
ഇതിൽ എവിടെ സുഹൃത്തെ ഒരാളുടെ ഉടമസ്ഥാവകാശം വേറൊരാൾക്ക് വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ ആളെ കൈമാറാലോ. എന്താ അടിമത്തം എന്ന് പറഞ്ഞ സുഹൃത്തെ ഷമീറെ? ശരി, ഒരാൾക്ക് അയാളെ സമ്മതത്തോടാണോ ഇയാളെ സമ്മതത്തോടെയാണോ ഇത് കയ്യേറ്റമാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. ഇയാളെ സമ്മതത്തോടെയാണോ ഇയാളെ കൈമാറുന്നത്? എങ്ങനെ? ഇയാളെ ഒറ്റ ആളെ പിടിക്കാൻ ഒരൊറ്റ ഒരു യുദ്ധബന്ധിയുടെ സമ്മതത്തോടെയാണോ മറ്റൊരാൾക്ക് കൈമാറുക? സ്വകാര്യ കമ്പനികൾക്കൊക്കെ എങ്ങനെ? സ്വകാര്യ കമ്പനികൾക്ക് ആണോ? ഏതാണ്? എന്തൊരു കഷ്ടം! നിനക്ക് ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലാവണില്ലേ? ആർട്ടിക്കിൾ പറയ്. നീ ഏത് ആർട്ടിക്കിളിനാണ് ഇങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത്? നിർബന്ധമായി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്, അത് ഷമീർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഇങ്ങനെ ഒരാള്, അതായത് ഇപ്പം ജോലി ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ഒരു പ്രൈവറ്റ് എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ ഈ കമാൻഡർ അയാൾക്ക് ഇയാളെ വിൽക്കുകയാണോ ചെയ്യണേ? വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൂല്യം ഉണ്ടായത് കൊണ്ടാണ് അയാളെ കൈമാറാൻ കഴിയുന്നത്, അല്ലേ? എങ്ങനെ? പൈസ വാങ്ങൂല്ല. എന്തുകൊണ്ട് കൈമാറുന്ന വെച്ചാല് ഞാൻ പറഞ്ഞ ഇവിടെ യുദ്ധബന്ധികൾ കൂടി കഴിഞ്ഞാൽ എന്താവും? ജയിലുകൾ പാർപ്പിക്കാൻ കഴിഞ്ഞില്ല, അവിടെ ജോലിയില്ല. ഈ ജോലി ഇല്ലാത്ത സമയത്ത് ഇവർക്ക് കൊടുക്കേണ്ട ഭക്ഷണവും ഫുഡും ഒക്കെ എന്ത് ചെയ്യണം? ഈ ഗവൺമെന്റ് വഹിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഗവൺമെന്റ് വഹിക്കണം. ഈ പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്കും കൈമാറുമ്പോ എന്താവും? ഓരാണ് വഹിക്കേണ്ടി. അതൊക്കെ അതാണല്ലോ നേരത്തെ വായിച്ച 57 ആർട്ടിക്കിളില് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവര് നോക്കണം. പിന്നെ ഗവൺമെന്റ് എല്ലാം നോക്കുക. എന്ത് നോക്കണം? ഇവർക്കുള്ള ട്രീറ്റ്മെന്റ്, ഭക്ഷണം, മറ്റൊക്കെ ആരാ നോക്കുക? പിന്നെ കൈമാറി കഴിഞ്ഞാൽ ഞാൻ വായിച്ചത് എനിക്ക് എന്താ മനസ്സിലായത്? എന്താ നീ മനസ്സിലായി? ദ ഡിറ്റൈനിങ് പവർ, ദി മിലിറ്ററി അതോറിറ്റീസ് and the commander of the camp to which such prisoners belong shall be entirely responsible for the maintenance, care, treatment and payment of working pay of such prisoners of war എന്ന് പറയുന്നത്. ഇയാൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണോ? ഒരു തടവ് പുള്ളി, നമ്മളിപ്പോ ഒരു ജയിലിൽ ഒരാളെ താമസിപ്പിക്കുകയാണ്. ഇത് ജയിൽ പോലും അല്ല. ഒരു മിനിറ്റ് അതല്ല ഇസ്ലാമിലെ അടിമത്തം ഷമീറെ. പൊന്നാര ഷമീറെ, ന്യായീകരിക്കുമ്പോ ഒരു മിനിമം ലിമിറ്റ് വേണം. ഒരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. ഒരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന ഒരു അടിമത്തത്തെയാണ് യുദ്ധ സമയത്ത് ബന്ദികളാക്കി പിടിക്കപ്പെടുന്ന. വെറുതെ ബന്ദികളാക്കി പിടിക്കാൻ എവിടൊക്കെ വേണം വെക്കുന്ന നീ? എവിടൊക്കെ പോകുന്ന ഒരാളെ മറ്റൊരാളുടെ കീഴിൽ അടിമയാക്കി വെക്കുക, എന്നിട്ട് അയാളെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക, സെക്ഷൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എന്ത് വേണേലും ചെയ്യാം. എന്താണ് ഒരു അടിമേനെ മറ്റൊരു അടിമ പിടിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടെങ്കിൽ ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും കല്യാണത്തിന് എന്ത് സംഭവിക്കും ഇസ്ലാമില്? എങ്ങനെ? ഒരു കുടുംബത്തിൽ കിടന്നുറങ്ങുന്ന ഭാര്യനും ഭർത്താവിനും പോയി ആക്രമിച്ച് പിടിച്ചെടുത്തത്, ഒരു കുടുംബത്തെ താമസിക്കുന്ന ഭാര്യനും ഭർത്താവിനും നിർബന്ധമായി പിടിച്ചെടുത്തിട്ട് അതിലെ ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വിച്ഛേദിക്കും എന്ന് പറയാൻ ഉസറും പുളിയുണ്ടോ നിങ്ങൾക്ക്? അത് ഈ പറഞ്ഞ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത്, സ്വകാര്യ വ്യക്തികൾക്ക് അയാൾക്ക് സെക്സ് ചെയ്യാനും അയാൾക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാനും അല്ല കൈമാറുന്നത്. മനസ്സിലായോ? മിനിമം മറുപടി പറയുമ്പോ അതില് ഒന്നും മുണ്ടാതെ നിന്നാലേ ഒരാളെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമെന്ന് ഷമീർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിക്കണേ, ഞാൻ ഉത്തരാണ് പറയണേ. അപ്പൊ അതിനുള്ള ഉത്തരം ഒരാളെ അടിമയാക്കി വെക്കുന്നത് ഇനി അത് കാണിച്ചു തരണം. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് യുദ്ധബന്ധി, എന്താണ് അടിമ എന്ന് പോലും ഷമീറിന് അറിയില്ല. ഈ ചാട്ട അവിടെ ചാടിയ ഷമീർ അവിടുന്ന് ഓടൂലേ? ഷമീർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ? ഞാൻ മാറി പോവാണ്, എനിക്ക് വേറെ ആരെങ്കിലും ഞാൻ അയച്ചു തരാം, എനിക്ക് പറ്റൂല, എനിക്ക് അന്ന് വേറെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ അസൗകര്യമാണ് അവിടെ പറഞ്ഞത്. പറഞ്ഞു. പക്ഷെ എന്റെ ഒരു അസൗകര്യമാണ് അവിടെ പറഞ്ഞത്. അസൗകര്യമല്ല ഷമീറിന് ഞാൻ തന്നെ വരാന്ന് പറഞ്ഞോ? ഷമീർ ഞാൻ അതൊക്കെ ഞാൻ ഷമീറിനെ ഇപ്പൊ വിളിച്ചത് ഞാനല്ലേ വന്നത്. ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇത് പൂർത്തിയാവട്ടെ, എന്നിട്ട് അടുത്തേക്ക് പോകാം നമുക്ക്. ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു പ്രിസണർ ആയിട്ടുള്ള യുദ്ധബന്ധിയെ പിടിച്ചു കഴിഞ്ഞാൽ അത്
ഇസ്ലാമിക രാഷ്ട്രം ഒരാൾക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സ്ലേവറിലേക്കൊക്കെ വരും, അതന്നെ വരും. ഞാൻ പറയണതിന് മറുപടി കേൾക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു യുദ്ധബന്ദി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുടെ അടിമയാകുന്നുണ്ടോ ഇല്ലേ? അവിടെ നിക്ക് സംവാദത്തിലൊന്നും പറയാൻ കഴിയാത്തോണ്ടുള്ള മനസ്സിലാവാത്തോണ്ട് ഷമീർ ഇതേ മണ്ടത്തരം ഗ്രൂപ്പിൽ ഇട്ടതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്. ഗ്രൂപ്പിൽ ഇട്ട തന്നെ എന്താ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നുള്ളത് ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിൽ സംസാരിച്ചത് നമ്മൾ കേട്ടോ. അതന്നെ ഞാൻ പറയണത്. അത് ഇത്രയും നേരം പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ, മാറ്റാം, അവർക്ക് കൊണ്ട് ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഇവിടുന്ന് ഇംഗ്ലീഷ് കേൾക്കുമ്പോഴുള്ള പ്രശ്നമാണ് കേട്ടത്. ഷമീർ പറഞ്ഞു നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാമെന്ന്. ഫോഴ്സ്ഡ് ലേബർ ആർട്ടിക്കിൾ ജനീവ കൺവെൻഷൻ ആർട്ടിക്കിളിൽ ഇല്ല. നിങ്ങൾ മൊത്തത്തിൽ പരിചയം കിട്ടൂല. ജനീവ കൺവെൻഷനിൽ പിടിക്കപ്പെടുന്ന ഒരാള് ജനീവ കൺവെൻഷനിൽ പിടിക്കപ്പെടുന്ന ഒരാള് ആരുടെ കീഴിലാണോ ഡിറ്റൈൻ ചെയ്തിട്ടുള്ളത് അയാളുടെ സെക്ഷൽ ടോയ് അല്ല. ഉപയോഗിക്കാൻ പറ്റില്ല. നിർബന്ധിച്ച് ഉപയോഗിക്കാം. നിരോധി അത് നിഷേധിക്കാൻ ഈ അടിമക്ക് അവകാശമല്ല. ആരാ പറഞ്ഞേ? ഇസ്ലാമാ പറഞ്ഞ. യുദ്ധബന്ധികളുമായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ അടിമയെ അടിച്ചിട്ട് ചെയ്യുന്നത് പോലെ ഭാര്യനെ ചെയ്യരുതെന്നില്ല ഹദീസിലില്ലേ? അതെ, ആ ഹദീസ് എടുത്തിട്ട് ഇതിലേക്ക് ആ ഹദീസ് ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ല. എന്നാ പറയ്, ഈ ഒരു അടിമ സ്ത്രീ ഇസ്ലാമിൽ ഒരു സ്വതന്ത്ര പുരുഷന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുക്കുന്നുണ്ടോ? അവകാശം അതെവിടെ അവകാശം? എവിടെ അവകാശം? പിന്നെന്താണ്? അനുവാദാണുള്ളത്, അല്ലാതെ അവകാശമല്ല. അത് ഈ സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എവിടുന്നാ കിട്ടിയത്? ഞാൻ പറഞ്ഞു അതിനെന്താ ഇപ്പൊ സൂറത്ത് നിസാ 36 ആയത്ത്, അവരോട് നിങ്ങൾ മര്യാദപൂർവം സഹവസിക്കുക. ആരോട്? ഈ പറഞ്ഞ അടിമകളായിട്ട് വരുന്ന ആളുകളോട്. ഓക്കെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിക്ക് ഞാൻ സ്വന്തം ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ സെക്സിന് സമ്മതിക്കണം എന്ന് എഴുതി വെച്ച മതാണിത്. അവിടെ നിക്ക്, ഞാൻ പറഞ്ഞു കേട്ടെ. അതൊക്കെ ഇത് കഴിയട്ടെ, ഞാൻ പറയട്ടെ. ഇത് പറയട്ടെ. അൽ ഉമ്മില് കൃത്യമായിട്ട് ആരും നിഷേധിക്കാത്ത പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫി ആണല്ലോ. ഇസ്ലാമിൽ ഇപ്പം നമ്മള് കേരളത്തിലടക്കമുള്ള ഒരു മുസ്ലിമും നിഷേധിക്കാത്ത പണ്ഡിതനാണ് എന്ന് ഉറപ്പാണല്ലോ. അദ്ദേഹം പറയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് സെക്സ് അവള് നിങ്ങൾക്ക് തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് മാത്രമല്ല, അവിടെ ഞാൻ പറഞ്ഞ പേടിക്കണ്ട, ഞാൻ എന്റെ ഇത് അയച്ചുതരാം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ഓർമ്മയെന്ന് പറയാം. ഇത് ഇപ്പൊ ഞാൻ ഓർമ്മയെന്ന് പറയാണ്, ഞങ്ങൾക്ക് അയച്ചുതരാം അതിന്റെ ടെക്സ്റ്റ്. പോരെ? ഭാര്യക്ക് ചെലവിന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ മോനെ, ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ ഓർമ്മയെന്ന് പറയാന്ന് പറഞ്ഞ സൂറത്ത് നിസായിനെ വിശദീകരിച്ചു. സൂറത്ത് നിസായിനെ 36-ാമത്തെ വചനത്തെ ഇതെന്താ വിഷയം മാറ്റല്ലേ? ഞാൻ പറഞ്ഞ ഫുള്ളാക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സെക്സ് ആ സ്ത്രീ നിങ്ങൾക്ക് തരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇമാം അത് ശരി അള്ളാഹ് പറഞ്ഞതാണോ ഇമാം ഷാഫി പറഞ്ഞാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആനില്? സൂറത്ത് നിസായില് 36-ാമത്തെ വചനത്തിൽ അവരോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ആ മാന്യത എന്ന് വിശദീകരിച്ചു കൊണ്ടാണ്
ഇമാം ഷാഫി റഹ്മത്തുള്ളാ ഈ ആയത്ത് മുന്നോട്ട് വെച്ചിട്ടാണ് പറയുന്നത്. 4:24 ചർച്ച വേറാണ്. ഈ ചർച്ച കഴിയട്ടെ, എന്നിട്ടാണ് ഈ അടുത്ത ചർച്ചയിലേക്ക് പോകുക. ഈ ചാട്ടമാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറയുമ്പോ അടക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറയട്ടെ, മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അടിമയാക്കി വെക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിനെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ ഷമീർ? എനക്ക് ശരി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി പിന്നെ ഒരു മൃഗത്തിന് സമമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടപാടിനാണ് അടിമത്തം എന്ന് പറയുന്നത്. ആ അടിമത്തം അനുവദിച്ചു കൊടുത്തിട്ട് അതിനെ പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ? കഴിഞ്ഞോ? എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനകത്ത്? ഇസ്ലാമിൽ അടിമത്തല്ലേ? അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത് നിങ്ങള്. അത് പിന്നെ അവകാശമല്ല, അനുവാദമാണ് എന്നാണ്. ഉടമയുടെ ഒരു നല്ല അടിമയുടെ ലക്ഷണമായിട്ട് ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അനുസരണ വേണ്ടേ? അനുസരണ വേണ്ടേ? ഞാൻ പറയാം. ഒരു അടിമ സ്ത്രീയെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു അടിമ സ്ത്രീയെ വേറൊരു പുരുഷന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഉടമ തീരുമാനിച്ചാൽ ഈ അടിമ സ്ത്രീക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റും. എവിടുന്ന തെളിവ് ഷമീർ? അതിനൊക്കെ നിഷേധിക്കാൻ പറ്റൂല എന്നുള്ള തെളിവുണ്ട്. ഉടമസ്ഥാപക മഹർ ആർക്കാ കിട്ടുക? മഹർ ആർക്കും കിട്ടിക്കോട്ടെ. മഹർ ആർക്കാ കിട്ടുക? പറഞ്ഞേരേ. മഹർ ആർക്ക് കിട്ടിക്കോട്ടെ? മഹർ ആർക്കും കിട്ടിക്കോട്ടെ. ഇവിടെ ഈ സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് എവിടെ ഉള്ളത്? അടക്കടക്കിടക്ക് നിങ്ങള് തമ്മിൽ വിവാഹം കഴിക്കുമ്പോ ആരെങ്കിലും മഹർ കൊടുക്കോ? എങ്ങനെ? യുക്തിവാദികളുടെ ഇതനുസരിച്ചിട്ട് കച്ചവട ലൈംഗികാവയവത്തിന്റെ കൈമാറ്റ കരാർ മഹറിന്റെ കാര്യം ചോദിക്കേണ്ട ആവശ്യം എന്താ ചോദിച്ചാല്? നിങ്ങളെ നിയമത്തിലാ പറയണത്. നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന, നിങ്ങൾ ഈ അടിമകളെ കുറിച്ച് നിർത്തിയിട്ട് കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഞാൻ വിൽക്കാൻ പറ്റൂ. ഒരു കുഴപ്പമില്ല ഷമീറിനെ. ഒരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന തരം നിലവിലുള്ള അടിമത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് ചന്ത ഇല്ലാന്നുള്ളൂ. ആളുകൾ വന്ന് വാങ്ങി കൊണ്ടുപോണ ആളുകളെ അത്രേ ഉള്ളൂ വ്യത്യാസം. അത്ര വേറെ ഈ പാരമ്പര്യത്തിലുള്ളവർ ചെയ്യുന്നുണ്ടാവും. ഈ പാരമ്പര്യത്തിലുള്ളതല്ല, ഇന്ന് ആധുനിക യുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്രിസ്തുമസ് ആളുകളെ കൈമാറ്റം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ വായിച്ചു. അവർക്ക് എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ വായിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞത് സെക്സ് ആയിട്ടുള്ള സെക്സ് അവർക്ക് അവിടെ നിൽക്ക് വ്യക്തിപരമായിട്ട് നാട്ടുകാരെ മുന്നിൽ പോയി നാറണ്ടെന്ന് വിചാരിച്ച് വിളിച്ചു ഉള്ളൂ. ഷമീർ കണ്ടിന്യൂ. ഓക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തോണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ് വിളിച്ചത്. ഞാൻ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനിപ്പോ ആധുനിക ഇതിലും കുഴപ്പമില്ലല്ലോ. പിന്നെന്താ ഇവിടെ അത് കഴിയട്ടെ, എന്നിട്ടല്ലേ അവിടെ ഇല്ല ഉണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അതുമല്ല ഈ UDHR ജനീവ കൺവെൻഷനൊക്കെ യുക്തിവാദികൾ ഇരുന്ന് എഴുതിയതൊന്നല്ല. അത് ഒരുപാട് മതവിശ്വാസികളും മറ്റു ആളുകളൊക്കെ ഇരുന്ന് എഴുതിയതാണ്. യുക്തിവാദികൾ ഇരുന്ന് എഴുതിയാണോ ജനീവ കൺവെൻഷൻ? എന്താ പറഞ്ഞ കേട്ടില്ല. ജനീവ കൺവെൻഷനും UDHRഉം യുക്തിവാദികൾ ഇരുന്ന് എഴുതിയതാണ്. ആ മനുഷ്യരെന്നെ ഏതൊക്കെ മനുഷ്യര് മതവിശ്വാസികളാണ് ദൈവ നിയമങ്ങളെ തള്ളിക്കളഞ്ഞ മനുഷ്യന്മാരൊന്നല്ല. പിന്നെ എന്തിനാ CDHR ഉണ്ടാക്കി? അറേബ്യൻ യൂണിയൻ കൂടിയിട്ട് കെയ്റോ ഡിക്ലറേഷൻ എന്തിനുണ്ടാക്കി? എന്താ? ഈ മതപരമായ പല അവകാശങ്ങളും UDHRന്റെ പരിധിയിൽ നിരോധിക്കപ്പെടുന്നുള്ളതുകൊണ്ട്. ആയിക്കോട്ടെ, അല്ലേ? ഏതവകാശങ്ങൾ? കെയ്റോ ഡിക്ലറേഷൻ എടുത്ത് വായിക്കേ. എന്തിനാ UDHR? ഇപ്പൊ നിങ്ങൾ മതവിശ്വാസികൾ എല്ലാരും കൂടി ഉണ്ടാക്കിയതാണ് UDHR, മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ. യുക്തിവാദികളൊക്കെ പിന്നിൽ നിൽക്കുന്നു. എല്ലാ മതവിശ്വാസികളും CDHR. എന്തിനാണ് CDHR എന്നുള്ളത് ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പറയും. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് വരും കേട്ടോ. അടിമത്തത്തെ ന്യായീകരിക്കാതിരിക്കുന്നതാണ് മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം. അടിമത്തത്തെ എവിടെ ഉണ്ടെങ്കിലും ആര് ചെയ്താലും ഞാനവിടെ ന്യായീകരിച്ചോ? അടിമത്തം തെറ്റാണോ? പ്രിസൺ ഓഫ് വാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രിസണേഴ്സ് ഓഫ് വാർ അല്ലേ ഇസ്ലാമിൽ ചോദിച്ച ആളുകളുടെ കാര്യത്തിൽ എന്ത് ഷമീറെ? ആ ടൈറ്റിൽ ഒന്നും സംവാദത്തിന്റെ ടൈറ്റിൽ നോക്ക്. പ്രിസണേഴ്സ് ഓഫ് വാർ അല്ല, അടിമത്തായിരുന്നു ചർച്ച.
ആ ആധുനികതയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് അല്ലാത്ത ഒരു കാര്യവും അടിമത്തം ഇസ്ലാമില് ഈ പറഞ്ഞ ആളുകളോട് പരമ്പരാഗത സ്വത്ത് കിട്ടും, പരമ്പരാഗത സ്വത്തായിട്ട് കിട്ടും. മാർക്കറ്റിൽ പോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാവുന്ന അടിമകൾ ഉണ്ടായി വരും ഇസ്ലാമിന്റെ കീഴില്. സമ്മാനമായിട്ട് സ്വീകരിക്കും, കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇസ്ലാമിലുള്ള അടിമത്താണ്. ഈ അടിമകൾ എന്ന് പറഞ്ഞാൽ ഈ അടിമകളുടെ സ്റ്റാറ്റസ് എന്താ? ആ അടിമകൾക്ക് സ്വതന്ത്രമായ അവകാശങ്ങളില്ല. പറഞ്ഞുതരാം, നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്നല്ല. മിലിറ്ററിയും യുദ്ധത്തടവുകാരും യുദ്ധബന്ദികളും വേറെ കേസാണ് ഷമീറെ. ഇത് ശരിയാ. പരമ്പരാഗതമായി നിലനിൽക്കുന്ന അടിമകളെ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുത്തു. ഉറപ്പല്ലേ? എന്താണ് അടിമത്തം? ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഇല്ലാത്താണെങ്കിൽ പറ. പരമ്പരാഗത സ്വത്തായിട്ട് അടിമകളെ കൈമാറിയില്ലേ അവിടെ? ഇസ്ലാമിൽ ഹലാലല്ലേ? ഈ ഒച്ചൊന്നും അവിടെ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞാല് ശരി. അപ്പൊ ഞാൻ പേടിച്ചു വരച്ചു. ഷമീർ ഭയങ്കര ധീരമായിട്ട് അവിടെ നിന്ന് പ്രഘോഷിച്ചു. എനിക്കൊരു പേടിയില്ലേ അവിടെ? അതെ അതെ, അതെല്ലാരും കണ്ടു. നമ്മളതിനെ കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ആകെ വിളിച്ചെന്താ അറിയോ? ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സ്വത്തായിട്ട് ചോദ്യം ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ആ 7 ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലെ മണ്ടത്തരാണ് ഇപ്പൊ ഷമീറിനെ ഒന്ന് പറഞ്ഞു തന്നത്. ഇനി ഷമീറിന് അത് മണ്ടത്തരല്ല, അത് ഭയങ്കര സംഭവമാണ് തോന്നുന്നുണ്ടെങ്കിൽ ഷമീർ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ചെയ്യൂ. ഓക്കെ ശരി എന്നാ. ഓക്കെ.